ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദം പറ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ ദിവസം, ഈ വെള്ളിയാഴ്ചയുടെ വൈകുന്നേര സമയം ദൈവവചനമായി കർത്താവ് അനുഗ്രഹിച്ച വലിയ കൃപയ്ക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എനിക്ക് തന്നിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ 7 മൊഴികളിൽ ഒന്നാമത്തെ മൊഴിയെ പറ്റി പറയുവാനാണ് ലീഡേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ലോകമെമ്പാടും ഇന്ന് ക്രൈസ്തവർ ഒരുമിച്ച് ഓർക്കുന്ന ഒരു ദിവസമാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. തമിഴിൽ എന്താണ് പറയുന്നത് എനിക്ക് അറിയില്ല, സോറി. ദുഃഖവെള്ളി എന്ന് പറയുന്നത് വിവിധ സഭകള്, വിവിധ ആശയങ്ങള്, അതുപോലെ തന്നെ വിവിധ വിശ്വാസ പ്രമാണങ്ങള് എല്ലാം ഉണ്ട്. അനേകം സഭകൾ ഉണ്ടെങ്കിൽ പോലും കർത്താവിന്റെ പീഡാനുഭവ ദിവസങ്ങൾ, കർത്താവിന്റെ വേദനയുടെ ദിവസങ്ങൾ എല്ലാവരും ഓർക്കുന്ന ഒന്ന് തന്നെയാണ്. അത് നോമ്പ് കാലമായിട്ടും അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ ഓർമ്മയായിട്ടും നമ്മൾ സാൽവേഷൻ എടുത്തിരിക്കുകയാണ്. അതിന്റെ 7 മൊഴികളാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ പറയുന്നത്. അതിലെ ആദ്യത്തെ മൊഴിയാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം എനിക്കിവിടെ പറയാൻ തന്നത് അവസാനത്തെ മൊഴിയായിരുന്നു. ഹല്ലേലൂയ. ഇപ്രാവശ്യം എനിക്ക് ആദ്യത്തെ മൊഴിയാണ് കിട്ടിയത്. ഹല്ലേലൂയ. അടുത്ത മൊഴി പറയുവാൻ ഞാനിവിടെ ഉണ്ടാവരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് അവസരത്തെ തന്ന ലീഡേഴ്സിനുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ഇനി പറയാൻ പോകുന്ന മൊഴികൾ ഇതിനോട് അനുബന്ധിച്ചുള്ളതായതുകൊണ്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് എനിക്കത് പറയണം. എന്താണ് ആദ്യത്തെ മൊഴി? ആദ്യത്തെ മൊഴി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിൽ 33-34 വാക്യങ്ങളാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. ആദാം മുതൽ ആരംഭിച്ച പാപത്തിന്റെ തകർച്ച, അല്ലെങ്കിൽ പാപം ആദാം മുതൽ ഈ ലോകത്തിലേക്ക് കയറി വരികയാണ്. അങ്ങനെയുള്ള ആ പാപത്തിന്റെ ശൃംഖലയെ തകർക്കുന്ന, ശത്രുവിനെ തകർക്കുന്ന, ക്രൂശിൽ ജയമെടുക്കുന്ന ദിവസമാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. ഇന്ന് 7 മൊഴികളിൽ ആദ്യത്തേത് ഞാൻ സംസാരിക്കുമ്പോൾ എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് നിങ്ങൾ ഓർക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ദൗത്യം നിറവേറുന്ന ദിവസമാണ് ഇന്ന്. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് ക്രൂശിൽ കിടന്നത് കൊണ്ടാണ് ഇന്ന് അഭിമാനമായിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഒരുപാട് പ്രസംഗങ്ങൾ യേശുക്രിസ്തു നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഉപമകളുണ്ട്, ഉപദേശങ്ങളുണ്ട്, പ്രവചനങ്ങളുണ്ട്, വചനമുണ്ട്, പ്രാർത്ഥനയുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുവാണെങ്കിൽ അവൻ പറഞ്ഞ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരുപാട് ഉപദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്രൂശിലെ 7 മൊഴികൾക്ക് പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. ഒരുപാട് ഉപദേശങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഉണ്ട്, പക്ഷെ ക്രൂശിലെ മൊഴികൾക്ക് പ്രാധാന്യമുണ്ട്. അതിനു മുമ്പ് പറഞ്ഞ എല്ലാ ഉപദേശങ്ങളും ഓരോ സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നതെങ്കിൽ ക്രൂശിലെ മൊഴി എന്ന് പറയുന്നത് വേദനയിൽ നിന്ന് ഉയരുന്ന മൊഴിയാണ്. ഹല്ലേലൂയ. ക്രൂശിൽ യേശു കിടക്കുമ്പോൾ വേദനയിൽ നിന്ന് പറയുന്ന മൊഴിയാണ് 7 മൊഴികൾ. അതിനകത്ത് 3 വേദനകളാണ് യേശു സഹിക്കുന്നത്. ഒന്ന്, ഗെത്സമനയിൽ നിന്ന് ആരംഭിക്കുന്ന വേദന. 2, ക്രൂശിലെ ശാരീരിക വേദന. അതുപോലെ തന്നെ ക്രൂശിലെ ആത്മാവിന്റെ വേദന. ഈ 3 വേദനകൾ സഹിച്ചുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു 7 മൊഴികൾ പറയുന്നത്. ഈ മൊഴികൾക്ക് 2 ഭാഗങ്ങളാണുള്ളത്. ആദ്യ ഭാഗവും 2ാം ഭാഗവും. ആദ്യ ഭാഗം എന്ന് പറയുന്നത് 1 മുതൽ പകുതി വരെയുള്ള മൊഴികളാണ്. അതായത് 3-ാം മണി നേരം മുതൽ 6-ാം മണി നേരം വരെ പറയുന്നത്. 2ാം ഭാഗം എന്ന് പറയുന്നത് 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ പറയുന്നതാണ്. ആദ്യത്തെ 3 മൊഴി മനുഷ്യർക്കുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തെ 3 മൊഴി മനുഷ്യർക്ക് വേണ്ടിയുള്ളത്. 1, പടയാളികൾ. 2, കള്ളന്മാർ, അമ്മ എന്നിവർക്ക് വേണ്ടി പറയുന്നു. അടുത്ത 2 മൊഴി തനിക്ക് വേണ്ടി പറയുന്ന മൊഴിയാണ്. കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വേണ്ടി പറയുന്ന മൊഴി: എന്നെ കൈവിട്ടതെന്ത്, എനിക്ക് ദാഹിക്കുന്നു. ഏറ്റവും അവസാനത്തെ മൊഴി എന്ന് പറയുന്നത് ഭൂതവും പാപിയും പറയുന്നതാണ്: സകലതും നിവൃത്തിയായി എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിനെ ക്രൂശിക്കുവാനെ തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുന്നത് തലയോടികൾ എന്ന സ്ഥലമാണ്. കാരണം അതിന് യവന ഭാഷയിൽ നിന്ന എന്നാണ് അർത്ഥമുള്ളത്. എന്തുകൊണ്ടാണ് പടയാളികൾ ആ ഭാഗത്തെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, കർത്താവ് യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് ആ രാജാവ് എന്ന് പറയുന്നവരെ ഏറ്റവും അധികമായി നിന്ദിക്കുന്നതിന് വേണ്ടിയാണ് ആ സ്ഥലം അവനെ തിരഞ്ഞെടുത്തത്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു, 7 മൊഴികളുണ്ട്. അതിന് പ്രധാനമായും മനുഷ്യരും തനിക്ക് വേണ്ടിയും സ്വർഗത്തിലോ നോക്കിയും അവൻ പറയുന്നുണ്ട്. ആ സ്ഥലം അവനെ നിന്ദിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ്. 7 മൊഴികൾ പറയുമ്പോൾ 7 എന്ന് പറയുന്നത് പൂർണ്ണതയുടെ സംഖ്യയാണ്. ഹല്ലേലൂയ. അതായത് ഈ ക്രൂശീകരണ ദിവസം ആദ്യത്തെ
ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. യേശു ഇത് പറയുന്നത് അവിടെ നിൽക്കുന്ന പടയാളികൾക്കും പരീക്ഷന്മാർക്കും വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അതായത് പടയാളികൾക്കും അവിടെ നിൽക്കുന്ന രാജാക്കന്മാർ, അവനെ ക്രൂശിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ച എല്ലാ വ്യക്തികളെയും, അവനെ നിന്ദിച്ച, ഉപദ്രവിക്കുന്ന, അവനെ അവിടെ ആ ക്രൂശിൽ നിന്ന് അവനെ തൽഫലമായി നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ നോക്കിയാണ് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത്. മറ്റുള്ളവരോടല്ല, ഇവരോട്, ആ നിൽക്കുന്ന ആളുകളോടാണ് യേശു എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ക്രൂശിൽ അവൻ വേദന സഹിച്ചു നിൽക്കുമ്പോഴും, അത്രത്തോളം വേദന അവൻ സഹിക്കുമ്പോഴും, നീ യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ ഇറങ്ങി വാ എന്ന് പറയുന്ന പരിഹസിക്കുന്നവരെ നോക്കിയാണ് കർത്താവ് പറയുന്നത്. അതായത് ക്രൂശിൽ വേദന കൊണ്ട് കിടക്കുമ്പോഴും അവൻ അവിടെ നോക്കി പറയുന്നത് അവരോട് ക്ഷമിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആദ്യകാലത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിന്റെ അവിടെ ഒരു രക്തത്തെ പറ്റി പറയുന്നുണ്ട്. ആ രക്തം പകയുടെ രക്തമാണെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന രക്തം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ഇടയിൽ നിൽക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. ഇവിടെ ഒരൊറ്റ കാര്യം കൂടെ ഞാനിവിടെ പറയാനായിരുന്നു. മെയിൻ പോയിന്റ്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് ലൂക്കോസ് 23:34 പറയുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:12 നടക്കുന്ന പ്രവചനമാണ് ഇവിടെ നിവൃത്തിയാകുന്നത്. അവൻ അതിക്രമങ്ങൾക്കും വേണ്ടി ഇടയിൽ നിന്നുകൊണ്ട് അതിക്രമക്കാരോട് എണ്ണപ്പെടുകയും ചെയ്തയാണ്. അതായത് അവിടെ കൂടിയിരിക്കുന്നവരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവൻ അവർക്ക് വേണ്ടി വേദനയിൽ നിൽക്കുമ്പോഴും പക്ഷപാതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവരോട് ക്ഷമിക്കാൻ പറയുകയാണ്. ഹല്ലേലൂയ. അവരോട് കൊടുക്കാൻ പറയുകയാണ്. അവൻ പിതാവിനോട് പറയുകയാണ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അവർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ഇനി ആ വേദന അവൻ അനുഭവിക്കാൻ പോകുമ്പോഴും, ഇത്രയേറെ പരിഹാസവും നിന്നയും വെക്കുമ്പോഴും കർത്താവിന്റെ മനസ്സിനെ നമ്മൾ കാണാം. ഹല്ലേലൂയ. വില്യം ബൂത്ത് പറഞ്ഞ ഒരു വാക്കുണ്ട്, നീ ക്രൂശിൽ ആ വേദന അനുഭവിച്ചതുകൊണ്ട്, നീ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാത്തത് കൊണ്ട് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് എത്തപ്പെട്ടു. ഹല്ലേലൂയ. നീ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കർത്താവായ യേശുക്രിസ്തു ഒന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ദൂതന്മാരവിടെ ഇടിച്ച് നിരപ്പാക്കും. പക്ഷെ അവൻ അത് സഹിച്ചു നിന്ന് എന്തിനാന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും ഇന്നിവിടെ നിൽക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ മനസ്സ് നമുക്ക് നമ്മുടെ സഭയ്ക്ക് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അവൻ അതിക്രമികൾക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി നിന്നതുപോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുവാനുള്ള ഒരു മനസ്സ്, ഒരു ദയ, അതുപോലെ തന്നെ എണ്ണപ്പെടുന്നതിന് വേണ്ടി ക്ഷമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ആദ്യത്തെ മൊഴിയിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. ദൈവം നമ്മളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.